ഹേയ് ഗൈസ്, ഇതാ ഞാൻ വീണ്ടും ഇവിടെ വീട്ടിൽ ചുമ്മാ ഇരിക്കുകയായിരുന്നു. അപ്പം ഇവിടെ കടയിലേക്ക് വന്നു ഗൈസ്. അപ്പം ഇവിടെ എന്തൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ, എന്തൊക്കെയാണ് ഈ കടയിൽ നടക്കുന്നത്, അതാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു പ്രമോഷനൊക്കെ നിങ്ങൾ ഒരിക്കലും എടുക്കില്ല കേട്ടോ ഗൈസ്. അപ്പം ദേ ഇവിടെ അമ്മ പൂക്കളൊക്കെ ശരിയാക്കി വെച്ചുകൊണ്ടിരിക്കണം, എന്തൊക്കെ ചിരിയൊക്കെ കാണിക്കുന്നുണ്ട്. ഇതാ ജിമ്മിച്ചേട്ടൻ ഇവിടെ വലിയ കാര്യമായിട്ട് എന്തോ തപ്പുകയാണ്, മനസ്സിലായില്ലേ? ശരി. അപ്പം ഒരു സ്റ്റാച്ചു എടുത്ത് വെക്കുകയാണ്. അപ്പം ഭയങ്കര ആത്മാർത്ഥതയാണ്. അപ്പം ഇവിടെ കുറേ അധികം രൂപക്കൂട്, പിന്നെ ഇങ്ങനെ വണ്ടിയുടെ ഇവിടെ ഫ്രണ്ടിലൊക്കെ വെക്കണ ഈശോയുടെ ഇതൊക്കെ കിട്ടും. അപ്പം ഭിത്തിയിലൊക്കെ വെക്കുന്ന ഇങ്ങനെ രൂപക്കൂടൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് തൊടുപുഴ സിൽക്കേൺസിൻ്റെ അടുത്ത് ആണ്. ഡിയാഡോറിനാണ് കേട്ടോ കടയുടെ പേര്. എന്നിട്ട് കുറേ ടൈപ്പ് 3D പിക്ചേഴ്സ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ഒരു കസ്റ്റമർ വന്നേക്കാണ്. അപ്പം അമ്മയും ജിമ്മി ചാറ്റിനും കൂടെ അവർ എങ്ങോട്ട് എന്താണ് വേണ്ടി അതൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. അപ്പം ഇതാണ് കേട്ടോ ഗൈസ്, അവർ കാണിക്കാൻ അവരവിടെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇവിടെ. എന്നിട്ട് ഇവിടെ കുറേ പലതരം ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. അപ്പം ഇവിടെ മെയിനായിട്ട് ക്രിസ്ത്യൻസ് ആണുള്ളത്. പിന്നെ കുറേ പൂക്കളും, കുഞ്ഞിപ്പൂക്കളും വലിയപ്പൂക്കളും എന്നെപ്പോലെ സൗന്ദര്യമുള്ള പൂക്കളും എല്ലാം ഉണ്ട് കേട്ടോ ഗൈസ്. എന്നെപ്പോലെ കേട്ടോ ഇവിടുത്തെ പൂക്കളെല്ലാം നല്ല സൗന്ദര്യമുള്ള പൂക്കളാണ്. എന്നിട്ട് ഇവിടെ തിരി വെക്കണ സാധനമൊക്കെ ഉണ്ട്. എൻ്റെ പേരിന് ക്യാൻഡിൽ സ്റ്റാൻഡ്, അത് തന്നെ അതൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ ഭിത്തിയിൽ ഇങ്ങനെ തൂക്കാൻ പറ്റുന്ന സാധനമുണ്ട്. പിന്നെ ഈ ഫ്ലോറ് വെക്കുന്ന രൂപക്കൂടുണ്ട്. പിന്നെ നമ്മൾ പൂ വെക്കണ ഒരു പെട്ടിയില്ലേ, അതുണ്ട്. ഫ്ലവർ വേസ്, അത് തന്നെ ഫ്ലവർ കിട്ടും അങ്ങനെ. അപ്പോൾ അവിടെ അമ്മ എന്നോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അപ്പം ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പം ഈ കട എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരു പ്രൊമോഷനൊക്കെയല്ല. അപ്പം